എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ലേക്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഉദയ്പൂരിലാണ്. അപ്പം നമ്മൾ രാവിലെ റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് വണ്ടിയുടെ അടുത്ത് വന്നു, സാധനങ്ങളെല്ലാം വെച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് സിറ്റി പാലസ് കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുമ്പോൾ ഇതേ രാവിലെ കഴുത വരുന്നുണ്ടോ? ഇവിടെ ഇടയ്ക്കെല്ലാം ഇതുപോലെ കഴുത പോകുന്നതാണോ? നല്ല ക്യൂട്ട് കഴുതകൾ. അതെ. അപ്പോൾ നമുക്കിത് ആ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങൾ 2 ബ്രെഡും ജാമും പറഞ്ഞു, പിന്നെ ഓരോ ഓംലേറ്റും പറഞ്ഞു, ഒരു ചായയും പറഞ്ഞു. ഞങ്ങളൊരു പ്ലെയിൻ പൊറോട്ടയും കൂടെ പറഞ്ഞു. പൊറോട്ട അല്ല, പറാത്ത. ഇനിയിപ്പം തൈരും കൂടെ പറഞ്ഞിട്ടുണ്ട്, തൈരോട് പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് സിറ്റി പാലസിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ റോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകാം. രാവിലെ അത്യാവശ്യം തിരക്കായി വന്നല്ലേ. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു ഇങ്ങോട്ട് ഫുഡ് കഴിക്കാനുള്ള. നമ്മളിവിടെ കഴിക്കാൻ കയറി കുറച്ച് നേരം പോയി. ഭയങ്കര തിരക്കായതുകൊണ്ട് ഭയങ്കര താമസമായിരുന്നു. പക്ഷെ നല്ല കടയായിരുന്നു. നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ നിന്നിട്ടും ഈ വഴി വരാതിരിക്കുമായിരുന്നു. സിറ്റി പാലസിലോട്ട് പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ദിവസം ഇതുവഴി വന്നായിരുന്നു. നമ്മളൊന്ന് മറ്റേ റൂം തപ്പിയൊന്ന് ഇവിടെ വരെ എത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ല. ഇത് കണ്ടോ, ഇതെല്ലാം തടിയും കൊണ്ട് തടിയെ കൊത്തി വെച്ചേക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓൾഡ് സിറ്റിയിലാണ്. ഇപ്പം ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് ഏരിയകളെല്ലാം ഉള്ളത് ഓൾഡ് സിറ്റിയിലാണ്. കണ്ടോ, ലോക്ക് കണ്ടോ, ബുദ്ധൻ്റെ ഷേപ്പിലും മാനിൻ്റെ മീനിൻ്റെ ഒക്കെ ഷേപ്പിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ ആർട്ട് ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞ എല്ലാ കടയുടെയും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര ആർട്ടിസ്റ്റിക് രീതിയിലാണ് കടകളൊക്കെ കൂടുതലും. സൈക്കിൾ കണ്ടോ, അത് ഓൾ ഇന്ത്യ ട്രാവലാണ്. ഒരാൾ തന്നെ ജാനുവരി 1 തുടങ്ങിയതാണ്, ന്യൂ ഇയർ. ഇതിവിടുത്തെ ഫേമസ് അമ്പലമാണ് ജഗദീഷ് മന്ദിർ. അങ്ങോട്ടുള്ള എൻട്രൻസാണ്. അതെ, പൂക്കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട് അല്ലേ. ഇങ്ങോട്ട് ഇഷ്ടംപോലെ കടകളുണ്ടല്ലേ, നിറച്ച് തുണിക്കടകളാണ് ഇങ്ങോട്ട്. എല്ലാം ഉണ്ട്, തുണിക്കട മാത്രമല്ല, എല്ലാം ഉണ്ട്. ഇതേ കമ്മലയുടെ ബെൽറ്റ്. ഇത് ലാൽഗട്ടിലേക്കുള്ള വഴിയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ വരാം. തിരിച്ചു വരുമ്പോൾ വരാം. ഇവിടെ ഈ ലേക്ക് പിച്ചോളയുടെ തീരത്ത് മൊത്തം ഘാട്ടുകളാണ്. നമ്മൾ ഇന്നലെ തന്നെ ഗംഗോരി ഘാട്ടും ആമ്രി ഘാട്ടും ഒക്കെ പോയി. ഇത് വേറൊരു മന്ദിർ ശ്രീ ഗോകുൽ ചന്ദ്രമാജി. ഫോട്ടോഷൂട്ട് അവിടെ. അത് പ്രീ വെഡിങ് ഷൂട്ടുകളാണ്. ഇവിടെ ഈ ഉദയ്പൂരിൽ കുറച്ച് പാലസുകളുണ്ട്. അത് പാലസുകൾ മെയിൻ ഹോട്ടലുകളാണ്, അതൊക്കെ വലിയ വലിയ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഇതുപോലെ പ്രീ വെഡിങ് ഷൂട്ടുകളുണ്ട്. അല്ലാണ്ട് സെലിബ്രിറ്റി കല്യാണങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇനി 1-2 സെലിബ്രിറ്റി കല്യാണമൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇതും വേറൊരു മന്ദിർ ശ്രീ ജഗത് ശിരോമണിജി. ഈ സിറ്റി പാലസിൻ്റെ തൊട്ടടുത്ത് ഫുൾ ഇതുപോലെ അമ്പലങ്ങളാണ്. ഈ നേരെ കാണുന്ന സിറ്റി പാലസിൻ്റെ എൻട്രിയാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രൻസിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അഡൾട്ടിന് 400 രൂപയും സ്റ്റുഡൻസിന് 150 രൂപയുള്ളൂ. അതുപോലെ ഡിഫൻസ് അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ 250 രൂപയും സീനിയർ സിറ്റിസൺസിന് 250 രൂപ. 60 വയസ്സ് കൂടുതലുള്ളവർക്കാണ് 250 രൂപ. അച്ഛമ്മയ്ക്കൊക്കെ 250 രൂപ വരും. അപ്പോൾ എനിക്ക് 400 രൂപ, നിനക്ക് 150 രൂപ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു, 550 രൂപ 2 പേർക്ക് കൂടെ. അപ്പോൾ നമുക്ക് കയറാം. ഇവിടെ നമുക്ക് സ്കൂട്ടറൊക്കെ ആയിട്ട് പോകാൻ തോന്നുന്നു കേട്ടോ. 2 വീലറായിട്ട് അകത്ത് പോകാം. അകത്ത് പാർക്കിംഗ് ഉണ്ട്. അതെ, 2 വീലറിന് അകത്ത് പാർക്കിംഗ് ചാർജ് 50 രൂപയും 4 വീലറിന് 350 രൂപയും. വെൽക്കം ടു ദ സിറ്റി പാലസ് മ്യൂസിയം ഉദയ്പൂർ, മഹാറാണ ഓഫ് മേവാർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. ഇതിൽ സ്കാൻ ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ നേരെ പാലസിലേക്ക് കയറാൻ പോവാം. അപ്പോൾ ഇതാണ് ബഡി പോൾ, മീൻസ് വലിയ ഗേറ്റ്. ആദ്യത്തെ ഗേറ്റ്. അതെ, ആദ്യത്തെ ഗേറ്റ്. ഇവിടെ എല്ലാത്തിനും ചെക്കിംഗ് ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് പോകണ്ടേ. നമ്മളും ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കയറി. ഇതേടി പട്ടി നിൽക്കുന്നു. ഇവിടെ ബഗീകാറും ഉണ്ടെന്ന് തോന്നുന്നു. ചാർജ് ഒന്നും കണ്ടില്ല. പിന്നെ അത് ഇലക്ട്രിക് ഫെസിലിറ്റിയാണ്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ആയിരിക്കും. ഇലക്ട്രിക് ഫെസിലിറ്റീസ് അവൈലബിൾ. ചാർജിങ് 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. അപ്പോൾ ഈ ബഡിപ്പോളില്ലേ, ഈ ഗേറ്റ് 1616 പണിത ഗേറ്റാണ്. അപ്പോൾ ഇത് സിറ്റി പാലസിൻ്റെ ഫുൾ ഏരിയാസാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ ബഡിപ്പോളിൽ നിന്ന്. ഇനി ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഭൈരവ സ്റ്റോൺ, തോരനാസ്, ട്രിപ്പോളിയ, കോത്താർപോൾ, ഗഡിയാക്കി ഛാത്രി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പൈഗാപ്പോൾ, ഇതൊക്കെ കുറച്ച് മെയിൻ ഗേറ്റുകളാണ്. പോയേക്കാം, കയറിക്കോ. ഈ മരം കണ്ടോ, ആര്യവേപ്പ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ബൊഗൈൻവില്ല. ഇത് ആ സൈഡിൽ കാണുന്നതെല്ലാം ഉണ്ടല്ലോ, ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ടെക്സ്റ്റൈൽസ് ഒക്കെയാണ്.
അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അങ്ങോട്ട് വണ്ടി പോകാനുള്ള വഴി, ഇത് തിരിച്ച് വണ്ടി ഇറങ്ങി വരുന്ന വഴി, ഇത് നടന്നു പോകുന്നത്. അതെ, ഏറ്റവും റൈറ്റ് സൈഡിൽ നടന്നു പോകുന്ന വഴി. അപ്പോൾ ഇതാണ് ഭൈരവസ്ഥാൻ. അപ്പോൾ ഇവിടെ പണ്ട് മഹാരാജ റാണ ഉദയ് സിംഗ് ജി 1559 എന്നെ കൊച്ചുമകൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ഹണ്ടിങ്ങിന് പോയി. അപ്പോൾ ആ സമയത്ത് വേട്ടയാടാൻ പോയപ്പോൾ ഒരു ഹെയറിനെ ഇവിടെ വെച്ച് കൊന്നു. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് കൊന്നു. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് കൊന്നു കഴിയുമ്പം പുള്ളി കണ്ടു, അങ്ങ് മലയുടെ മുകളിൽ മഹാരാജാവ് കണ്ടു ഒരു കുറച്ച് സ്മോക്ക് വരുന്ന കണ്ടു. അപ്പോൾ ആ മലയുടെ മുകളിൽ ആ പുക വരുന്ന കണ്ടുകൊണ്ട് ഇവിടെ കുതിരേനെ നിർത്തിയിട്ട് മഹാരാജാവ് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗോസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗോസ്വാമി മഹാരാജാവിനെ ഗ്രീറ്റ് ചെയ്യുകയും ഇവിടെ പാലസ് ബിൽഡ് ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഈ പാലസിൻ്റെ പണി ആരംഭിക്കുന്നത് 1559. അപ്പോൾ ഇതാണ് ട്രിപ്പോളിയ ഗേറ്റ്. ട്രിപ്പോളിയ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 ആർച്ചുള്ള ഗേറ്റ്. നമ്മൾ കയറി വരുമ്പോഴേ ഇതിവിടെ ആനയുടെയൊക്കെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ കാഫറ്റേരിയ. ഇതേ ഇവിടെ ഒരു കടുവേനെ വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ട് ഈ മരത്തടിയും കൊണ്ടുള്ളതില്ലേ, ഇത് പണ്ട് കടുവേനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുന്ന കേജുകള, കൂടുകള. പോർട്ടബിൾ കേജ് ഫോർ ട്രാപ്പിംഗ് ടൈഗർ. ഇതേ ഫോർട്ടിൻ്റെ അകത്തും കടകളൊക്കെ ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സും ഡ്രസ്സും ബാംഗിൾസും ഒക്കെ. ആ ഒട്ടകത്തിനൊക്കെ ഉണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല നീല ആകാശം. ഇതാണ് മാനിക് ചൗക്ക്. അത് ഈ ഏരിയയിലെ ജസ്റ്റ് കുറേ കടകളിലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ചൗക്കൊക്കെ. അപ്പുറത്തെ സൈഡിലുണ്ട് ഇതുപോലെ തന്നെ കടകൾ. കാഫറ്റേരിയ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. സിറ്റി പാലസ് മ്യൂസിയം മുഖ്യ പ്രവേശ് ദ്വാർ, മെയിൻ എൻട്രൻസ്. ഇതാണ് മെയിൻ എൻട്രൻസ്, തോരൻ പോൾ. അപ്പോൾ ഇതാണ് തോരൻ പോൾ. അപ്പോൾ ഇത് പണിയുന്നത് മഹാരാണ കരൺ സിംഗിൻ്റെ കാലത്താണ്. അന്ന് ഇത് സൂരജ് പോൾ എന്ന് അറിയുന്നത്, കാരണം ഇത് ഈസ്റ്റേൺ ഡയറക്ഷനിൽ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. പിന്നീട് മഹാരാണ ഭീം സിംഗിൻ്റെ കാലത്ത് ഇതിന് തോരൻ പോൾ എന്ന് പേര് വന്നു. ഈ ആനയുടെ പൊക്കത്തുള്ള പെയിൻറ്റിങ്സ് ഉണ്ടോ? നല്ല വർക്ക്, നല്ല രസമുണ്ടാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ വാതിലിൽ തൊട്ടുള്ള ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ആദ്യം നടന്നിരുന്ന അവിടെ ബെഡിപ്പോളിൻ്റെ അവിടെ ആയിരുന്നു. പിന്നീട് അവിടെ സേഫ് അല്ല, എനിമീസ് ഒക്കെ കൂടുന്നതുകൊണ്ടും ശത്രുക്കളുടെ ആക്രമണത്തിന് കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ടും അത് പിന്നെ അകത്തോട്ട് മാറ്റി തോരൻ പോളിലോട്ടാക്കി. 1620 to 1628 കാലഘട്ടത്തിലാണ് ഇത് ആദ്യം പണിയുന്നത്. പിന്നീട് 1778 ഇതിന് തോരൻ പോൾ എന്ന് പേര് വരുന്നതും അതുപോലെ ഇതിൽ ആർട്ട് വർക്ക്സ് ഒക്കെ കൂടുതൽ ഒന്നുകൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് ഓഡിയോ ഗൈഡ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു കഫറ്റേരിയ ഒക്കെ ഉണ്ട്. എല്ലായിടത്തും കാഫറ്റേരിയ ഉണ്ട് ഇവിടെ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാലസ് അത്. ഇവിടുത്തെ വാൾസിലല്ല എങ്ങനെ പെയിൻറ്റിങ്സാണ്. ഇത് രാജാവിൻ്റെ പെയിൻറ്റിങ് എന്ന് തോന്നുന്നു. ഇത് അവിടെ കണ്ടോ ആനയുടെ പെയിൻറ്റിങ്സ്. മോട്ടി ചൗക്ക്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അതുപോലെ ചൈൽഡ് കെയർ റൂമൊക്കെ ഉണ്ട്. ഈ തോരൻ പോളിൽ ഈ പെയിൻറ്റിങ് ഇല്ലേ, ഇത് രാസലീലയാണ്. കൃഷ്ണനും രാധയും ഗോപികമാരും കൂടെ ഉള്ള മഹാറാണ ഓഫ് മേവർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. മേവർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ മഹാറാണയാണ് കാണുന്നത്. പിന്നെ ഇത് അങ്ങോട്ട് ഫുള്ള് ഇത്ര നാളോടെ ഭരിച്ച മഹാരാജാക്കന്മാരുടെ എല്ലാം ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ടൈം ലൈൻ ഓഫ് മഹാറാണാസ് ഓഫ് മേവർ. അപ്പോൾ ഇതാണ് മഹാറാണ ഉദയ് സിംഗ് 2. അപ്പം അദ്ദേഹമാണ് ഈ സിറ്റി പാലസ് ഒക്കെ പണിതതും അതുപോലെ ഉദയ്പൂരിൻ്റെ സ്ഥാപകനും. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ട ലേക്ക് പിച്ചോള ഇല്ലേ, ലേക്ക് പിച്ചോള വലുതാക്കിയതും അതുപോലെ തന്നെ ഈ ഉദയ്സാഗറിലേക്കൊക്കെ പണിതതും മഹാറാണ ഉദയ് സിംഗ് ആണ്. പിന്നെ മഹാറാണ പ്രതാപ് സിംഗ് ഒരുപാട് ബാറ്റിൽ മുഗളന്മാർക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി വിജയിച്ചിട്ടുണ്ട്. മഹാറാണ ജഗത് സിംഗ് ഒന്നാമനാണ് ഈ ജഗമന്ദിർ അതുപോലെ തന്നെ ജഗദീഷ് ടെമ്പിളും പിന്നെ റൂപ്സാഗർ ലേക്കും ഇതൊക്കെ പണിതത്. മർദാന മഹൽ സിറ്റി പാലസ് മ്യൂസിയം മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടാണ് ആർമറിയും ആംസും ഒക്കെ ഇരിക്കുന്നത്, യുദ്ധത്തിന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ. കയറുമ്പോഴേ ഒരു ചെറിയ ബീരങ്കി. മേളിൽ കുന്തമൊക്കെ ഉണ്ട്, അതുണ്ട് ഭടന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും. ഇത് കാല് കവർ ചെയ്യാനായിട്ടുള്ള കവചം പോലത്തെ. ഇത് മൊത്തം മെറ്റൽ, അതൊക്കെ എങ്ങനെയാണ് ഇട്ടുകൊണ്ട് നടന്നല്ലേ? എന്നെ വെയിറ്റ് ആയിരിക്കും ഇതിനൊക്കെ. ഇത് ചെസ്റ്റും ബാക്കും സ്പൈനൽ കോഡും പിന്നെ അപ്പർ ബോഡിയുടെ സൈഡൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കുതിര. അതെ, കുതിരയ്ക്ക് ഉണ്ടായിരുന്നു തോന്നല്ലേ? കുതിരയ്ക്കുണ്ടല്ലോ ഡ്രസ്സൊക്കെ. ഭയങ്കര ഇവിടുത്തെ ഇതുപോലത്തെ സ്റ്റാച്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും. ഒരു ജീവനുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു.
ഇതൊക്കെ മഹാരാണ പ്രതാപിന്റെ എന്താ ആയുധങ്ങളാണ്. കുറെ ടൈപ്പ് ഉണ്ട് അല്ലേ? ഓരോ ടൈപ്പ് ഉണ്ട്, അതെല്ലാം ഓരോ ഡിസൈൻ ആയിരിക്കും നമുക്ക് കാരണം. അതെ, വില്ല്. ആ ഇത് ചെറിയ കോടാലി, അത് കോടാലി അല്ലേ? ഇതെല്ലാം ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. എന്തേരം അല്ലേ? കുറേ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇതിനെ പറ്റി എല്ലാം ഉണ്ടല്ലോ, ഓരോ സാധനങ്ങളിലെ ഏതൊക്കെയാണെന്നും അതിൻ്റെ എല്ലാം നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ. ഇത് മൊത്തം ഒരു 27 സാധനങ്ങളുണ്ട്. ഇത് ഫുള്ള് അവിടെ ക്ലീനിങ് നടക്കുക, നന്നായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രാവിൻ കാസ്റ്റ് ഒന്നും വഴി കാണാനില്ല, അതുപോലെ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കും. ഇത് ഈ ആംസ് എല്ലാം ഇങ്ങനത്തെ തോക്കും കത്തിമ്പാടും എല്ലാം റിപ്പയർ ചെയ്യുന്ന റിപ്പയർ വർക്ക്ഷോപ്പിൻ്റെ ഒരു മോഡലാണ്. അതുകൊണ്ട് അത് മൊത്തം തോക്ക, എല്ലാം തോക്ക. നല്ല വെറൈറ്റി ഡിസൈൻ ആയിട്ടല്ലേ ആയിരിക്കുന്ന കത്തികളൊക്കെ കണ്ടോ മേളിൽ, ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. ഞങ്ങൾ ചിത്തോർഗഡ് പാലസ് കാണാൻ വേണ്ടി പോയപ്പം, ഫോർട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞായിരുന്നു ഫോർട്ടിൻ്റെ മെയിൻ സാധനങ്ങളെല്ലാം കാണണമെങ്കിൽ ഉദയ്പൂരിലെ സിറ്റി പാലസിൽ പോയാൽ മതി. സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള അത്രയും ടൈപ്പ് ഓഫ് വേറെ ഇതുപോലത്തെ യുദ്ധത്തിൻ്റെ സാധനങ്ങളൊന്നും വേറെ എവിടെ നമ്മളിതുവരെ പോയിട്ട് കണ്ടില്ല. ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഒന്നും വേറെ ഒറ്റ പാലസിലും കണ്ടില്ല. അതുപോലെ ഉണ്ട് ഇവിടെ. തന്നെയല്ല, നമ്മൾ ചെന്നപ്പോഴേ ഉദയ്പൂരിലെ ചിത്തോർഗഡിലെ മ്യൂസിയം ക്ലോസ് ചെയ്തേക്കല്ലായിരുന്നു, അവിടുത്തെ എല്ലാം ഇങ്ങോട്ട് മാറ്റിയെന്ന് അവർ അറിഞ്ഞത്. എന്തോ കുറേ എന്താണെന്നറിയില്ല, ഗവൺമെൻറ് എന്തോ ക്ലോസ് ചെയ്തിട്ട് എന്തോ തൽക്കാലം സാധനങ്ങളൊക്കെ ഇവിടാന്ന് പറഞ്ഞത്. ഇനി നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുക. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ ഉണ്ട്, ബാഗൊക്കെ ചെക്ക് ചെയ്യും, പിന്നെ അതുവഴി നമ്മൾ പോകണം. ഇതാണ് ഇപ്പോഴത്തെ രാജാവ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഓരോ എൻട്രൻസിലും നമ്മളെടുത്ത ടിക്കറ്റ് കാണിക്കണം, അതുകൊണ്ട് ടിക്കറ്റ് ആരും കളയരുത്. ഇതാണ് ഗണേഷ് പൂൾ. ഇവിടെ ഗണപതിയുടെ ഒരു ചെറിയ കുഞ്ഞ് അമ്പലം പോലെ ഉണ്ട്. ഈ ഡിസൈൻ എല്ലാം ചെയ്തേക്കുന്ന മിററിലാണ്. ഇതിൻ്റെ പൊക്കത്തെ ഡിസൈൻ കണ്ടോ, മുകളിലത്തെ എല്ലായിടത്തും ഉണ്ട് നല്ല നല്ല ഡിസൈൻസ്. ആദ്യം ആ സൈഡ് ഒക്കെ ഇവിടെ ബോർഡ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് വിസിറ്റ് ദിസ് സൈഡ് ഫസ്റ്റ്. മഹാരാണ പ്രതാപ് കക്ഷ്, മൈൻഡ് യുവർ ഹെഡ്. ഈ ഒരു റൂമിൽ മഹാരാണ പ്രതാപ് സിംഗിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഈ ഏരിയയിലെല്ലാം മഹാരാണ പ്രതാപ് ഫൈറ്റ് ചെയ്ത യുദ്ധങ്ങളുടെയൊക്കെ കുറേ പെയിൻറ്റിങ്സുകളും പിക്ചറുകളും ഒക്കെയാണ്. പെയിൻറ്റിങ് ഉണ്ട്, എന്ത് ഡീറ്റെയിൽ ആയിട്ടല്ലേ. ഇതാ ബാറ്റിലല്ലേ ഈ യുദ്ധം നടന്നായി. മഹാരാണ പ്രതാപ് സിംഗ് ഒരു യുദ്ധം നടത്തിയായിരുന്നു, ഏറ്റവും വലിയ യുദ്ധമായിരുന്നു. അത് മുഗളന്മാർക്കെതിരെയൊക്കെ ആയിട്ടുള്ള ഭയങ്കര വലിയ യുദ്ധമായിരുന്നു. അതിൻ്റെ പെയിൻറ്റിങ് ആണ്. ഈ സൈഡ് കണ്ടു കഴിഞ്ഞു, നമുക്ക് ആ സൈഡ് ഇപ്പം. ഇത് മഹാറാണ ഉദയ് സിംഗ് പണിത നവചൂക്കി മഹല. അപ്പോൾ ഇവിടെയാണ് രാജാവിൻ്റെ മഹാരാജാവായി കഴിഞ്ഞിട്ടുള്ള പട്ടാഭിഷേകം കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് 1,00,000 കോയിനുകൾ, സിൽവർ കോയിനുകൾ ഇട്ട് നിറയ്ക്കും. അപ്പോൾ ഈ 1,00,000 കോയിനുകളിൽ 1/4 അത് താഴെയുള്ള ജനറൽ പബ്ലിക്കിനും കൊടുക്കും. ബാക്കിയുള്ളത് ഇപ്പം ആരൊന്നും ഇല്ലാത്തവൻ പാവപ്പെട്ടവർക്കായിട്ട് ദാനം ചെയ്യും. ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പുണ്ടല്ലേ. നല്ല തണുപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫാനും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിനി പൊക്കത്തോട്ടാണ് പോകുന്നത്. ശിവപ്രസന്ന അമർ വിലാസ് മഹാരാണ അമർ സിംഗ് രണ്ടാമനാണ് 1698 to 1710 നിർമ്മിച്ചതായത്. ഇത് തന്നെ ബഡിമഹൽ. ഇതുപോലെ ഇങ്ങനെ തൂണുകൾ 104 തൂണുകളുണ്ട് ഇവിടെ. ബഡിമഹൽ എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരം. ഇത് അതെ ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഈ ബഡിമഹലിലെ നടുക്കായി സ്വിമ്മിംഗ് പൂള്. അപ്പം നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിലെ അവസാനത്തെ പാലസാണത്, അവസാനത്തെ സ്ഥലമാണ് ഉദയ്പൂർ. അതെ, ടൗൺ ഫുള്ളുണ്ടല്ലേ. നമ്മൾ കയറി വന്ന ഗേറ്റൊക്കെ താഴെ കാണുന്നത്. അതെ, പക്ഷികളുടെയൊക്കെ കൂട് അതിനെയൊക്കെ പണ്ട് ഇവിടെ ഇട്ട് വളർത്തിയതെന്നായിരിക്കും. ഇവിടെ നിന്നാൽ നമുക്ക് ഇത് ആ കാണുന്നതല്ല ലേക്ക് പിച്ചോളെ. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഇത് ശീഷ് മഹൽ പോലെ ഉണ്ടല്ലേ കാണാൻ, മൊത്തം മിററായിട്ട്. എന്താണെന്നറിയത്തില്ല, ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇവരുടെ അസംബ്ലി റൂമാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ജസ്റ്റ് ഒരു പ്രൈവറ്റ് ഹാളാണ്. അത് പണിതത് മഹാറാണ സംഭവ് സിംഗ് ജിയാണ് 1861. ഫെബ്രുവരി 10, 1875 മഹാറാണ സജ്ജൻ സിംഗ് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ലൈബ്രറി ഉദയ്പൂരിൽ പണിയുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് അദ്ദേഹം വീർ വിനോദ് എന്ന് പറഞ്ഞ മേവറിൻ്റെ ഹിസ്റ്ററിയെ പറ്റി എഴുതിയത്. ഇത് കൊള്ളാൻ നല്ല രസമുണ്ട്. ഫുള്ള് ബ്ലൂ കളർ അല്ലേ. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ ആ ജയ്പൂരിലെ ചന്ദ്രമഹലുള്ള അത് ഈ വൈബല്ല, ഈ നീല കളർ തന്നെ. ഇവിടെ എവിടെ നിന്നാലും നമുക്ക് സിറ്റി കാണാം.
ഇവിടെയാണ് കുറച്ചുകൂടെ പോക്കാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ രാജസ്ഥാനിൽ വന്നിട്ട് ഈ ഇറങ്ങുന്ന സ്റ്റെപ്പിനെല്ലാം ഭയങ്കര ഹൈറ്റാണ് നമ്മൾ. ഇതാണ് മോട്ടി മഹൽ, മഹാറാണ കരൺ സിംഗ് പണിതാണ്. ഇതാണ് മോത്തി മഹൽ. ഇത് ഫുള്ള് ഇതിലെ പേൾ അല്ല മിറന്നല്ല, പേൾ വെച്ചിട്ട് പണിയുന്ന 1676 പണിതാണ്. ഇത് പഴയ ഐവറി ഡോറാണ് ഇത് റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ചെറിയ ഊഞ്ഞാലാന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് ഇവർ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരുന്നു. ഇത് റിനോവേറ്റ് ചെയ്തോലുണ്ടല്ലേ? റിനോവേറ്റ് ചെയ്ത് കൊട്ടാരം കുറേയൊക്കെ. അപ്പം അത് മഹാറാണ ഭീം സിംഗിൻ്റെ ചേറ. ഈ ഹാളിൻ്റെ വർക്കുകൾ ഉണ്ട്, എന്ത് രസാ. ചെസ് പോലെ ഉണ്ട് ആ താഴത്തെ ടൈൽസ്. അപ്പം ഇതാണ് ഭീം വിലാസ്, ഭീം സിംഗിൻ്റെ ഭീം വിലാസ്. അപ്പം ഇതാണ് സൂര്യപ്രകാശ്. സൂര്യപ്രകാശ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ലൈറ്റ് നേരെ വീഴുന്നത് ഇങ്ങോട്ട്. അപ്പം നല്ല രസമായിരിക്കും തോന്നാണ്. വൈകുന്നേരം രസമായിരിക്കും. ഇത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറയുന്നതിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് മറ്റേ സൂരജ് പോൾ തോരൻ ഗേറ്റില്ലേ, അത് ഇവിടെ തന്നെ. അപ്പം ഇത് ഇവിടുത്തെ വാഷ്റൂം ഏരിയ. അതായിരുന്നു വാഷ്റൂം പണ്ടത്തെ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന ബ്രിട്ടീഷുകാരാണ്. യൂറോപ്യൻ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. പക്ഷേ ഇത് യൂറോപ്യൻ ടോയ്ലറ്റ് ആണ്. ഇത് 1600-കളിൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാഷ്റൂമായത്. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിനും 100-300 വർഷം മുന്നോട്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ രാജാക്കന്മാരുടെയൊക്കെ പാലസുകളിലൊക്കെ. ഇത് ഇവര് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേബിളും ചെയറും ബെഡും വീൽ ചെയർ. ഇതാണ് സൂര്യ ചോപ്പട്ട് അല്ലെ അസംബ്ലി റൂം ബിൽറ്റ് ബൈ മഹാറാണ കരൺ സിംഗ് 1620 to 1628 AD. അത് വെയിറ്റ് നോക്കുന്ന മെഷീനായിരുന്നു. സുഖനിവാസ അകത്ത് കാണുന്ന ഏരിയയാണ്. അപ്പം ഇത് റീസ്റ്റോർ ചെയ്തെടുത്ത ഈ ഹാള് ഇപ്പം റീസ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ആയിരുന്നു. ഇപ്പം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ. ഈ ഹാളിൽ ഫുള്ള് ഇതുപോലെ പീക്കോക്കിൻ്റെ വർക്കുകളാണ്. അപ്പം ഇതാണ് മോർച്ചർ, ഗ്ലാസ് ഇൻലേ വർക്കുണ്ട്. ഇതെല്ലാം ഫുള്ള് ഗ്ലാസ് വർക്കുകളാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇതിനെല്ലാം മേളിൽ ചെറിയൊക്കെ ഉണ്ടോ ഓരോ കലാശ് എന്നതിന് പറയുന്നത്, ആ ഗോൾഡൻ ഇത് മണ്ടേ കാണുന്നുണ്ടോ, അതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സൈനാണ്. അത് ഇവിടെ മിക്ക ബിൽഡിങ്ങുകളുടെ മേളിൽ ഇങ്ങനെ കാണാം. പാലസിൻ്റെ മാത്രമല്ല ഇതുപോലെ ഗോൾഡ് ഇതുള്ള അമ്പലങ്ങളുടെ ഉണ്ട്. അപ്പോൾ അത് ഫോറിൻ റൂളിൻ്റെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ റൂളിനെങ്കിലും അവർ ഫ്രീ ആയി എന്നുള്ള ആ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ സൈനാണ്. ഇതാണ് മാനേക് മഹൽ. ഇത് 1620 പണിതാണ്. ഇതിൻ്റെ അകത്ത് ഗ്ലാസ് വർക്ക് ചെയ്തത് മഹാറാണ സ്വരൂപ് സിംഗ് 1842. ഇനി നമ്മൾ ക്യൂൻസ് പാലസിലേക്കാണ് പോകുന്നത്. ഈ ക്യൂൻസ് പാലസേ താഴോട്ടാണല്ലോ. കുറച്ച് നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് തോന്നുക. ഇത് ഇവിടുത്തെ അടുക്കളയാണ്. മറ്റേ വിറകടുപ്പ്, വലിയ പാത്രങ്ങളും മറ്റേ ഉരുളും പിന്നെ ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ, ആട്ടുകല്ലൊക്കെ മാവരച്ചോണ്ടിരുന്ന. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പെയിൻറ്റിങ്സാണ്. ഇതാണ് ബെഡ്റൂം. പഴയ ഫാനും കുഞ്ഞു ചെയറും. ആ ചെയറിൽ ഇവിടെ ഫോട്ടോ വെച്ചേക്കുന്നുണ്ടോ, അത് ഈ റൂമിലെ രാജാവിൻ്റെ ഫോട്ടോ. പുറകിലല്ലാണ്ട് രാജാവിൻ്റെ വേറെ ഫോട്ടോഗ്രാഫൊക്കെ ഉണ്ട് അവിടെ ഭിത്തിയിലൊക്കെ. അപ്പം നമ്മളിപ്പോൾ കണ്ടാണ് റെസിഡൻസ് ഓഫ് രാജ്മാതാ സാഹിബ ഗുലാബ് കുൻവർജി. ഇതും ഒരു വിലാസാണ്. കുറേ വിലാസുകളുണ്ട് ഇവിടെ. മിക്ക രാജാക്കന്മാരുടെയും കുറേ റൂമുകൾ കാണാം. ഇത് ഫയർ ബ്രാക്കറ്റ്, മറ്റേ ചൂട് ഇതിടില്ലേ കനലിടുന്നേക്കൂട്ടും എല്ലാം. ഇതെനിക്ക് തോന്നുന്നു ഇത് ജസ്റ്റ് മീറ്റിങ്സ് കൂടിയിരുന്ന ഹാളാണെന്ന് തോന്നുന്നു. പക്ഷെ രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ലൈറ്റും ഫാനൊക്കെ കണ്ടോ. ഇനി നമ്മൾ പോകുന്നത് സ്കൾപ്ചർ ഗാലറി, മ്യൂസിക് ഗാലറി, ഫോട്ടോഗ്രാഫ് ആൻഡ് പെയിൻറ്റിങ് ഗാലറി, ടെക്സ്റ്റൈൽ ആൻഡ് കോസ്റ്റ്യൂം, പിന്നെ പല്ലക്കൊക്കെ ഇല്ലേ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ പൂജാമുറിയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ നടക്കുന്നതെല്ലാം ക്യൂൻസ് പാലസിലൂടെ. അപ്പം ഇവിടെ ഇതൊരു ചെറിയൊരു വുഡൻ ടൂളാണ്, വുഡും കൊണ്ടുള്ള ഒരു ടൂളാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ഗോൾഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലിരുത്തിയാണ് രാജകുമാരനെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുണ്ടത് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ വോക്ക് ഇൻ ക്ലോസറ്റ് എന്നൊക്കെ പറയുന്നാൽ ഇതെല്ലാം ഫുള്ള് ഡ്രസ്സ് വെച്ചിരുന്ന ഏരിയ.
ഇതുപോലത്തെ വലിയ പെട്ടിക്കകത്തൊക്കെയാണ് ഇതുണ്ട്. ഇത് ഫുള്ള് കബോർഡ് പോലെ ഇങ്ങോട്ട് വലിക്കാൻ പറ്റുന്ന കൂട്ടം. അപ്പോൾ ഇവിടാണ് രാജകുമാരിമാരെയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. ഇത് രാജകുമാരിമാരുടെയൊക്കെ മുറിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ നല്ല കളർഫുൾ റൂമുകളാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോ റൂം കളർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടാണ് ക്യൂനും മറ്റ് ആൾക്കാരുമൊക്കെ നമ്മൾ കോർട്ടൊക്കെ കൂടുന്ന പോലെ, കോടതിയൊക്കെ ചേരുന്ന പോലെ ഇവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇതിപ്പോൾ നമ്മൾ വേറൊരു ഹാളിൻ്റെ അടുത്തോട്ട് എത്തിയല്ലേ. പാലസ് കുറേ ഉണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. നമ്മളിപ്പോൾ തന്നെ പാലസ് കയറിയിട്ട് 2 മണിക്കൂറായി. ഇതൊക്കെ മേവർ രാജവംശം പണിത അമ്പലങ്ങൾ. നമ്മൾ ചിത്തോർഗഡിൽ പോയപ്പോൾ കണ്ടില്ലേ മീരാ ടെമ്പിൾ. ഇതൊക്കെ 1300 1400 കാലഘട്ടങ്ങളിലെ ഓരോ മാർബിളിലൊക്കെ കൊത്തിപ്പണിത കൊത്തുപണികളായതെല്ലാം. സോം നിവാസ് സ്കൾപ്ചർ ഗാലറി. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഓരോ കൊത്തുപണികളാണ്. ഇതെല്ലാം അമ്പലങ്ങളുടെ പണികളാണ്. ഇതൊക്കെ സുരസുന്ദരീസ് കൾച്ചേഴ്സാണ്. ഇവിടെ 2 സൈഡിലും ഒരുപോലെ കുറേ ശില്പങ്ങളുണ്ട്. എക്സിറ്റ്. ഇനി നമ്മൾ ഫത്തേ നിവാസ് ഗാലറിയിലേക്കാണ് കയറുന്നത്. ഇവിടെ ഫുൾ ഓരോ പെയിൻറ്റിങ്സാണ് ക്ലോത്തിൽ ചെയ്തേക്കുന്നത്. തുണിയെ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങുകളാണ് ഇതെല്ലാം. ഈ പെയിൻറ്റിങ്സ് ഒക്കെ നമുക്കിവിടെ ഉദയപൂർ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇപ്പോഴത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ആ നെയിൽ ആർട്ട് ചെയ്യാൻ പോയ കടയിലൊക്കെ ഉണ്ട്. അതെല്ലാം നെയിൽ ആർട്ട് ചെയ്യുന്നിടത്തും അല്ലാത്ത കടയിലും ഒക്കെ ഉണ്ട്. അവർ തന്നെ വരച്ചിങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. അന്നാ പുള്ളി പറഞ്ഞത് മോഡൽ സിൽക്കിലും കണ്ടാ പുള്ളി നമ്മളന്ന് കാണിച്ചത് പുള്ളി പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇതെല്ലാം പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഓരോ കളറുകളൊക്കെ. ഇവിടെ എല്ലാം റൂമുകൾ ഉണ്ടോ മൊത്തം അങ്ങോട്ട് ഒരേപോലെ. ഞാൻ ആദ്യം വിചാരിച്ച് ഗ്ലാസ് ആയിരിക്കും. ഇങ്ങനെ നടന്നു പോകുമ്പോഴല്ലോ ചില റൂമിൽ കയറുമ്പോൾ ബ്രൈറ്റ് ഫീലാ, ചിലയിടത്ത് കയറുമ്പോൾ ഡൾ ഫീലാ. അതാ ലൈറ്റിങ്ങിൻ്റെ. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇതൊക്കെ ഓരോ പല്ലക്കാണ്. കുറേ എണ്ണം ഉണ്ട് ഇവിടെ. അമർ മഹൽ സിൽവർ ഗാലറി. നമ്മൾ ലാസ്റ്റ് പോയിന്റിലെത്തി. ഫുള്ള് സിൽവറാണ്. 17ാമത്തെ സെഞ്ച്വറിയിൽ റാണ അമർ സിംഗ് ഒന്നാമനാണ് ഈ അമർ മഹൽ പണിത്. കുടമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കല്യാണം കൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ ഉണ്ടല്ലേ. ഇത് ചാണകം മെഴുകിയതാ. തറ ചാണകം മെഴുകിയതാ. ഹോഴ്സ് ക്യാരേജ്. അപ്പോൾ ഈ ബഗ്ഗി ക്യാരേജ് എന്ന് പറയുന്നത് മേവർ രാജകുടുംബവും ബിക്കാനീർ രാജകുടുംബവും തമ്മിലുള്ള കല്യാണത്തിൻ്റെ സമയത്ത് ബിക്കാനീർ ഫാമിലി അവിടുന്ന് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇതൊക്കെ ഈ വിഗ്രഹമൊക്കെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള കാർട്ടുകളാണ്. കണ്ടോ, ഇതൊക്കെ സിൽവറോ. എന്ത് ഭംഗിയല്ലേ. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ചീപ്പും സാധനങ്ങളും ഇതെല്ലാം സിൽവർ കോട്ടിങ് ചെയ്ത ഐറ്റംസാണ്. ഇതൊക്കെ ബിക്കാനീർ ഹോൾമാർക്ക് ലണ്ടൻ കൊണ്ടുവന്ന സിൽവർ വിത്ത് ചാൾസ് ഹെൻറി ഡൂമേൽ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് രാജകുമാരിയുടെ കുടുംബക്കാർ ഡൗറയായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടല്ലോ ആനപ്പുറത്ത് വെച്ചിരുന്ന സാധനങ്ങൾ. അതൊക്കെ ആനേനെ ഒരുക്കാനും പിന്നെ ആനയുടെ മുകളിൽ രാജാവൊക്കെ ഇരുന്നിരുന്ന ഐറ്റംസ് എല്ലാം പല്ലക്ക്. സിൽവർ ഹുക്ക, പടുക്ക, ഫുട്ട് വെയർ. ഇതൊക്കെ എന്താ പ്രീസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെരുപ്പുകളാണ്. ഇതൊക്കെ ഫുള്ള് സിൽവർ. എയറോപ്ലെയിനും കാറിൻ്റെ മോഡലും എല്ലാം. ഈ ഏരിയയിൽ ഈ പാലസ് മൊത്തം ഐറ്റംസും എല്ലാം സിൽവറാണ്. സിൽവർ ചെസ് ബോർഡ് ഉണ്ടോ, ഫ്രെയിം ഉണ്ടോ, അതെല്ലാം സിൽവറാണ്. അത് സിൽവറാ. പിന്നെ ഇതുണ്ട്, ഈ ഇരിക്കുന്ന എയറോപ്ലെയിൻ്റെ ആ ഒരു ഷൈനിങ് ഉണ്ടോ, എന്നെ തിളക്കം അതിന്. അപ്പോൾ നമ്മളിതേ കയറിയെടുത്ത് തന്നെ ഇറങ്ങി വന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നേരെ റൂമിൽ പോകാം. പുതിയ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. പുതിയ ഹോട്ടലല്ല, ഹോസ്റ്റൽ. അതെ, ഹോസ്റ്റൽ. ആ കാണുന്നതാണ് ആ ഫുൾ ബ്ലൂ ആയിരുന്ന ആ മഹൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഫോട്ടോ പോലെ ഒന്നും അല്ല. ഇവിടെ എല്ലാത്തിനും ആളെ നിർത്തിയിട്ടുണ്ട്. അല്ലും തുപ്പാ നിന്നവർ ആൾക്കാരെ ഓടിച്ചിടും. മറ്റേ നമ്മൾ സാധാരണ പോകുമ്പോൾ എവിടെയെങ്കിലും ഈ മുറുക്കി തുപ്പിയിട്ടേക്കുന്നത് കാണാമല്ലോ. ഇവിടെ അതൊന്നും പറ്റില്ല. ഇവിടെ അതിൻ്റെ അകത്തോട്ട് പാൻ അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡാ. നമ്മളെല്ലാം മെഹലിൽ ചെന്നാലും എവിടെ ചെന്നാലും ഓരോ എൻട്രിയുടെ അവിടെ ആളിരിപ്പുണ്ട് എല്ലായിടത്തും. അതുപോലെ ഫോട്ടോ ഇപ്പം നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എടുക്കാൻ പാടില്ല, മാറ്റി വിടുന്നുണ്ട് ആൾക്കാരെ.
ഫോട്ടോസിനായിട്ട് ഇവരിവിടെ ഗാർഡൻ വെച്ചേക്കുന്നത്. ഗാർഡന്റെ ഫോട്ടോഗ്രാഫി സംഭവിക്കുള്ളൂ. അതെ, ഗാർഡനും ഉണ്ട്. അല്ലാണ്ട് മിക്ക ഏരിയയിലും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏരിയകളിൽ കുഴപ്പമില്ല. പക്ഷെ ആൾക്കാർ നടക്കുന്ന വഴിയിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള ഇതൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല. പിന്നെ ഓരോ ഫോട്ടോഗ്രാഫി സ്പോട്ടിൽ തന്നെ ഒരാൾക്കാർ കുറേ നേരം നിന്നാൽ അവർ ഓടിച്ചു വിടും. കുറച്ച് കാരണം തിരക്ക് കൂടിക്കഴിഞ്ഞാൽ മാറ്റി മാറ്റി വിടും. നമ്മളിത് പോയതിൽ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഫോർട്ട് ഇതാ. പിന്നെ 400 രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കാണാനുണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട്. ചേച്ചിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാകും. എങ്ങനെയുണ്ട്? നല്ലതായിരിക്കും. വെള്ളം നല്ല മധുരമുണ്ട്. എന്താ പരിപാടി? ഇതിൽ ജേണലാണ്. ഇതിൽ നമ്മുടെ പേര് എഴുതി തരും. 250 രൂപയുള്ളൂ. ഞാൻ അപ്പുറം അടുത്ത് കണ്ടപ്പോൾ 400 രൂപയാണ് പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ ഇത് യൂസ് ചെയ്യുന്ന കൂട്ട് ടൂൾസ് അതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ പേരെഴുതാൻ പോവാ. 6 ലെറ്റർ. അത് മൊത്തം ലെറ്ററുകളാ. അതന്നെ ഇതുണ്ടോ? ഇതെല്ലാം ഓരോ ലെറ്ററുകളാ. കുറച്ച് ദിവസം ഇതപ്പം നടക്കാൻ തുടങ്ങിയിട്ട്. യെസ്, കിട്ടി. അപ്പൊ ഇത് ഉദയ്പൂരിന്റെ ഓർമ്മയ്ക്കായിട്ട് മേടിച്ചൊരാഴ്ച. വേറെ ഞങ്ങളുടെ കുറെ സാധനം ഇരിപ്പുണ്ട്. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ, എനിക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എവിടെ പോയാലും ബുക്സിന്റെ ഓരോന്നിങ്ങനെ അവിടുത്തെ ടൈപ്പ് എന്തെങ്കിലും ഇതുപോലത്തെ ബുക്കും ഡിസൈനുള്ള ഇവിടെ മേടിച്ചോണ്ട് വരും. അപ്പൊ നമുക്കിവിടെ ശ്രീ ജഗദീഷ് ടെമ്പിളിലൊന്ന് കയറിയിട്ട് പോവാം. അപ്പൊ അതാണ് ജഗദീഷ് മന്ദിർ. ഇപ്പം അടച്ചിട്ടേക്കുക. 4 മണിക്ക് തുറക്കാൻ പറ്റും വീണ്ടും. അപ്പം ദർശനത്തിനൊക്കെ കയറാം. ദർശനം 4 മണി കഴിയുമ്പോഴേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കെന്നാൽ പിന്നെ വരാം. ഇത് ബൈക്ക് റെന്റ് 200 രൂപ തൊട്ട്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റാ. തപ്പി എടുത്താൽ ഏറ്റവും റേറ്റ് കുറഞ്ഞു കിട്ടും. നമ്മൾ കുറേ നടന്ന് തരണം. അപ്പം ഇതാണ് ഗംഗോരി ഘട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നില്ലേ? ഇതുവഴി പോയി. എവിടെ അല്ല ഹവേലി? മറ്റേ ടിക്കറ്റ് ചോദിക്കണ്ടേ? അത് 5 മണിയാവും. അവിടെ 3:45 ആയതേ ഉള്ളൂ. 5:30 അവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് ഓപ്പൺ ആവുള്ളൂ. 2 ടൈമായിട്ട് അവിടെ പ്രോഗ്രാം നടക്കുന്നു. ഒന്ന് 6 to 7, പിന്നെ 8 to 9. നമുക്ക് 6 to 7 സ്ലോട്ടാണ് കിട്ടിയേക്കുന്നത്. ഇപ്പം തന്നെ 6:50. അപ്പോൾ ഇവിടെ നമുക്കുള്ള ടിക്കറ്റ് അല്ലാണ്ട് ക്യാമറയ്ക്ക് വേറെ ടിക്കറ്റ് ഉണ്ട്. അത് ഫോണാണെങ്കിലും ക്യാമറ ആണെങ്കിലും എന്താണല്ലോ. അപ്പം ക്യാമറ ടിക്കറ്റ് എടുത്തവർക്ക് ഇങ്ങനെ ഒരു തുണി തരും, അടയാളം. അവിടെ പരിപാടി നടക്കുന്നത്. നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ടിക്കറ്റ് ചാർജ് 125 രൂപ ഒരാൾക്ക് വരും, അഡൽട്സിന് വരും. പിന്നെ 125 രൂപ നമ്മൾ ക്യാമറയ്ക്കും കൊടുക്കണം. അപ്പോൾ ഇത് ബംഗോക്കി ഹവേലിയാണ്. ഇവിടെ വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടുത്തെ ഫോക്ക് ഡാൻസും മ്യൂസിക്കും ഒക്കെ. ആ കാണുന്നതൊക്കെ റിസർവ്ഡ് സീറ്റാണ്. അവിടെ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗാനമേള വെച്ച് തുടങ്ങി. അവരുടെ കാലേ വരെ മണിയിട്ടേക്കാണ്ട.
അപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദീദിയുടെ അടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. അതെ, ഇത് ഫുള്ള് 8 മണിക്കത്തെ ഷോയ്ക്കുള്ള ആളാണ്. നല്ല തിരക്കുണ്ട്. 7 മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ അല്ലേ. ആ, അപ്പോൾ നമ്മൾ ബാഗോർ കി ഹവേലിയിലെ കൾച്ചറൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. നല്ല പരിപാടിയായിരുന്നു. കണ്ടില്ലായിരുന്നു, മിസ് ഔട്ട് ആയേനെ. അതെ, ഇവിടെ ഈ പ്രോഗ്രാമിന് 125 രൂപയുള്ളൂ ചാർജ്. പിന്നെ നമ്മൾ ഫോണാണെങ്കിലും ഏത് ക്യാമറ ഉണ്ടായാലും അതിന് 125 രൂപ. അപ്പോൾ അത്രേ ഉള്ളൂ, വലിയ ചാർജ് ഒന്നുമില്ല. നല്ല പ്രോഗ്രാമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.